ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു നെത്തോലി പെപ്പർ ഫ്രൈ വെച്ചാലോ. അപ്പം ഞാൻ നെത്തോലിയുടെ പല വിഭവങ്ങളും ചാനലിട്ടിട്ടുണ്ട്. മാങ്ങാക്കറി എല്ലാം പോയി നോക്കണം കേട്ടോ. പലതരം കറികൾ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഫ്രൈ ഞാൻ ഇട്ടിട്ടില്ല. പെപ്പർ ഫ്രൈ ഇട്ടിട്ടില്ല. മറ്റേ ഫ്രൈ അങ്ങനെ ഷോർട്സിലാണ് ഇട്ടിട്ടുള്ളൂ. പെപ്പർ ഫ്രൈ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ 1 കിലോ നെത്തോലി ഇട്ടിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കിയ സൂപ്പർ നെത്തോലി. നെത്തോലി ചെറിയ ഒരു മീനാണെങ്കിലും ഭയങ്കര നല്ല ഗുണങ്ങളുള്ളൊരു മീനാണ് നെത്തോലി. മനസ്സിലായി? ഒത്തിരി വൈറ്റമിൻസ് അതിനകത്തുണ്ട്. അപ്പം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പം ഞാൻ കഴുകി വെച്ച് ഒന്ന് നല്ല വെട്ടി വൃത്തിയാക്കി 1 കിലോ മീൻ നല്ല പരലുപ്പും നാരങ്ങ നീരും ഒക്കെ ഇട്ട് തിരുമിയതിൻ്റെ ആ അഴുക്കും സ്മെല്ലും എല്ലാം പോകും, നല്ല നീറ്റാവും. അപ്പം അങ്ങനെയൊക്കെ വെച്ചു നീറ്റാക്കിയെടുത്ത് 1 കിലോ നമ്മുടെ നെത്തോലി. അപ്പം ഈ ഒരു കൂട്ടെന്ന് പറയുന്നത് ഏത് മീനും നിങ്ങൾക്ക് ഇച്ചിരി മീൻ ഇച്ചിരി പഴുത്തതാണെന്ന് വെച്ചാൽ മീൻ ഇച്ചിരി കേടായതാണെങ്കിലും നമുക്ക് ഈ ഒരു കൂട്ട് വെച്ച് മീൻ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ അരപ്പിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഞാൻ നെത്തോലി കുറേ എടുത്തിട്ടുണ്ട്. ഞാൻ പൊളിച്ചില്ല, തൊലിയോട് നല്ലപോലെ കഴുകി തൊലി. പിന്നെ മുഴുവൻ കുരുമുളക് കേട്ടോ, നമ്മുടെ വീട്ടിലെ തന്നെ കുരുമുളകാണ്. ഇഞ്ചി ഒരു പീസ്, 2 പച്ചമുളക്, കറിവേപ്പില, 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ്, പരലുപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളകുടെ വളരെ കുറച്ചിട്ടേക്കുന്നത് കേട്ടോ, അത് കളർ കിട്ടാൻ വേണ്ടി മാത്രം. അപ്പം ഈ പെപ്പറാണ് നമുക്ക് കൂടുതൽ, നല്ല മുഴുവൻ പെപ്പർ. ഇത് തന്നെ നമ്മൾ മിക്സിക്കകത്ത് നല്ലതുപോലെ അടിച്ച് കുറച്ച് എണ്ണയും കൂടെ തിരുമ്മി വെക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഫ്രൈക്ക്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാം. ആദ്യം ഇത് നല്ലതുപോലെ നമുക്ക് മിക്സിക്കകത്ത് ചതച്ചുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സിക്കകത്തുണ്ട് അരപ്പെല്ലാം ഉണ്ട്. ഇത് ഒരു തരാന്ന് പൊടിച്ചെടുത്ത് ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് കുറച്ചൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കേട്ടോ, ഒരു ബൈൻഡിങ് ഏജൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നാരങ്ങ നീര് വേണമെങ്കിലും ആഡ് ചെയ്യാം. നല്ലതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം നമ്മൾ നല്ലതുപോലെ അരപ്പെല്ലാം പൊത്തി കണ്ടോ വെച്ച് സൂപ്പറായിട്ട്. നമ്മുടെ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് അങ്ങനെ വലിയ ഇത് കളറില്ല. നമ്മുടെ പെപ്പറിൻ്റെയും ഇഞ്ചിയുടെയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് ഉപ്പെല്ലാം കറക്റ്റുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്ന വെച്ചാൽ എന്ന് വെച്ചാൽ നല്ല പിടിച്ചിരിക്കും, മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ നാരങ്ങ നീര് ഒഴിച്ചാലും മതി. ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലോ പുറത്തോ വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കെടുത്ത് വറുത്തെടുക്കാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നെത്തോലി നല്ല മസാലയൊക്കെ പിടിച്ച് 1/2 മണിക്കൂർ ഞാൻ വെച്ചു കേട്ടോ, പുറത്ത് തന്നെ വെച്ചത്. അപ്പം ഞാൻ പാൻ അടുപ്പയിൽ വെച്ചു. ഇനി നമുക്ക് വേറെ രുചിക്കൂട്ട് കൂടെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കറിവേപ്പില ഇടാം, അതിനൊരു മണം വരും. ഇനി അതുപോലെ തന്നെ 2 പച്ചമുളക്, അത് നമുക്ക് ഇനി എടുക്കാൻ പറ്റും. ആ എണ്ണയ്ക്ക് നല്ലൊരു മണം വരും. പച്ചമുളക് കഴിക്കാനുള്ളവർക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം, നല്ല ടേസ്റ്റാണ്. പച്ചമുളക് ഞാൻ എടുത്ത് കണ്ടോ ഇങ്ങനെ വെച്ചു. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാം, ഇതെല്ലാം ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് എന്താ വെച്ചാൽ അറിയാവോ, നമ്മുടെ മസാല പരട്ടിയ നമ്മുടെ നെത്തോലി കുറേശ്ശെ ഇട്ട് പൊടിയാതെ നമ്മുടെ നെത്തോലി എല്ലാം നല്ല സ്മൂത്ത് ഇങ്ങനെ എണ്ണ കിടന്ന് പൊരിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നോക്കണം കേട്ടോ. എനിക്ക് ഏറ്റവും ഈ പ്രയോജനം ഈ ഫോർക്ക് വെച്ച് മാറ്റുന്നതാണ്. അപ്പോൾ പൊടിയാതെ നമുക്ക് എടുക്കാം. കുറച്ചുകൂടെ മൂക്കാനുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ കിടക്കട്ടെ. നമുക്ക് വിടർത്തി ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മീൻ പൊടിയാതെ നമുക്കിന്ന് കിട്ടും. ആ മസാലയുടെ ആ നല്ല മണമുണ്ട് കേട്ടോ. ഇഞ്ചി മൂക്കുന്നതും വെളുത്തുള്ളി മൂക്കുന്നതൊക്കെ നല്ല മണം. ഇങ്ങോട്ട് മൂക്കട്ടെ. അപ്പം ഞാൻ മൂത്തപ്പം ഇടയ്ക്കൊന്ന് മറിച്ചിട്ടൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് നല്ലതുപോലെ ചിലപ്പോൾ ക്രിസ്പി ആയിട്ട് എല്ലാം മൂത്ത് ഇരിക്കണം, ചിലവർക്ക് ഹാഫായിരിക്കണം. അത് ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ മാറ്റിക്കണം. ഇവിടെ ഈ പരുവാണ് ഇഷ്ടം. ഇനി നമുക്കിതങ്ങോട്ട് കോരി മാറ്റാം കേട്ടോ. ഒരു ഇതൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പോൾ അത് കോരി മാറ്റി അടുത്ത സെറ്റിട്ടു. നമുക്കിനി ഇങ്ങനെ ഓരോന്നോരോന്ന് വിടർത്തിയിട്ട് കഴിഞ്ഞാൽ പൊടിയാതെ കിട്ടും. മുരിയും ചെയ്യും പെട്ടെന്ന് കേട്ടോ.
ചിലർക്ക് ഈ ഹാഫ് കുക്ക്ഡാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഒത്തിരി മൊരിയാതെ എടുക്കുന്നതാണ് ഇഷ്ടം. സവാളയൊക്കെ ചേർത്ത് മുറിച്ചെടുക്കാൻ നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളി അങ്ങനെ പല രീതിയിൽ വെക്കാൻ കേട്ടോ. ഈ മസാല നിങ്ങൾ ഏത് മീനാണെങ്കിലും ചെയ്ത് നോക്കിക്കേ, ഇരട്ടി ടേസ്റ്റാവും. മീൻ ഇച്ചിരി ചീത്തയായാലും നമുക്ക് ഈ മസാലയുടെ ഇതുകൊണ്ട് നമുക്ക് ഓവർകം ചെയ്യാം. നോക്കട്ടെ, രണ്ടാമത്തെ ഘട്ടവും നമ്മൾ ഇതുപോലെ പൊരിച്ചിട്ടു. ഇനി മൂന്നാമത്തെ ഘട്ടം നമ്മൾ ഇട്ടിട്ടു. കണ്ട ഇച്ചിരി കൂട്ടിയിട്ട് ഞാൻ ഘട്ടം ഘട്ടമായി 3 ഘട്ടങ്ങളായിട്ട് നമ്മൾ എടുത്തു കേട്ടോ. നല്ല മുരിഞ്ഞ് കേട്ടെ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ അവസാന ഘട്ടം ഞാൻ ഈ നമ്മുടെ നെത്തോലി പെപ്പർ ഫ്രൈ അത് ഞാൻ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തു. നമ്മൾ ആദ്യം എടുത്ത് വെച്ച് നമ്മുടെ പച്ചമുളകില്ലേ, അത് നല്ല ഒരു അതിൻ്റെ ഉപ്പൊക്കെ പിടിച്ചിങ്ങിരിപ്പുണ്ട്. അത് നമുക്ക് കഴിക്കാം. പിന്നെ ഒരു ചെറിയ സവാളയൊക്കെ ഞാൻ സൈഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ സവാള കൂടെ കഴിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചേർക്കണം. ഓരോ നല്ല ക്രിസ്പനെസ്സായിട്ടാണ് വറുത്തെടുത്തത്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. ഈ ഒരു കൂട്ടിൽ നിങ്ങൾ ഏത് മീനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.